அடுத்தடுத்ததுல என்னெல்லாம் பண்ணலாம்னு இருக்கீங்க? நான் சிஎம் ஆகணும். நிஜமாவா? நிஜமா சொல்றேங்க, டெஃபினெட்லி. அரசியலியா இல்ல சினிமாலயா? நீங்க பாருங்க ஒரு 10 வருஷத்துல. அப்ப புரியல, இப்ப പുരിയുது, இப்ப പുരിയുது. 2 വർഷം കൊണ്ടുണ്ടായ ഒരു പാർട്ടി, പരമ്പരാഗതമായ പാർട്ടി സംവിധാനങ്ങൾ ഒന്നുമില്ലാതിരുന്ന പാർട്ടി അധികാരത്തിലേക്ക് എത്ര വേഗമാണ് എത്തിയത് എന്ന് നോക്കൂ. மக்கள் விரோத ஆட்சி நடத்துற ஸ்டாலின் சார் வேணுமா, மக்களை நேசிக்கிற விஜய் வேணுமா? അവനെ കൊണ്ടൊന്നും പറ്റൂല സാറേ, പിള്ളേരെ പേടിപ്പിച്ചിട്ട്. ഇത്രയൊക്കെ ആയിട്ടും പുച്ഛം അല്ലേ? രാഷ്ട്രീയ പ്രവേശത്തിന്റെ പ്രാരംഭഘട്ടം മുതൽ കരൂർ ദുരന്തവും CBI അന്വേഷണവും ജനനായകൻ സിനിമയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും സിനിമയുടെ ചോർച്ചയും അങ്ങനെ വിജയ് നേരിടേണ്ടി വന്ന കല്ലേറുകൾ നമുക്ക് മുന്നിലുണ്ട്. അവന്റെ കല്ലറ വരെ ചെന്നെത്താൻ അവന് സ്വന്തം കാൽപാദങ്ങൾ ഉണ്ടാകും. പ്രധാന പ്രശ്നം ഇതൊന്നുമല്ല. തെരഞ്ഞെടുപ്പിന് 1 മാസം മാത്രം ബാക്കി നിൽക്കെ ഭാര്യ സംഗീത സമർപ്പിച്ച വിവാഹമോചന ഹർജി വിജയുടെ വ്യക്തി ജീവിതത്തെയും തുറന്ന ചർച്ചകൾക്കും വിവാദങ്ങൾക്കും ഇടയിലാക്കി. വിവരമെല്ലാം തീർന്നു എന്നാ കേട്ടത്. അയ്യേ, ഈ ചീള് കേസിലോടൊന്നും കൈകോർക്കാൻ ദിന്തിയെ കിട്ടില്ല. എക്സിറ്റ് പോളുകളെല്ലാം പിഴച്ചു. പ്രമുഖ രാഷ്ട്രീയ നിരീക്ഷകരുടെ എല്ലാം പ്രവചനങ്ങൾ അടിമുടി തെറ്റി. തമിഴകത്തെ നിങ്ങൾ ഇനിയും ഒരുപാട് തിരിച്ചറിയാനുണ്ടെന്ന് തമിഴ് ജനത അന്നേ പറഞ്ഞിരുന്നതാണ്. നശിപ്പിച്ചല്ലോടോ. വടയമച്ചി വളക്ക ബജ്ജി മോടമ്പ പിച്ചി പോടപ്പുറം ബജ്ജി. എടോ, സർക്കാരിന്റെ കയ്യിൽ നിന്ന് ക്ഷേമ പെൻഷനും മറ്റു ആനുകൂല്യങ്ങളൊക്കെ മുറതെറ്റാതെ വാങ്ങി തിന്നിട്ട് നാണമില്ലാതെ മാറ്റിക്കുത്തി. അതാണ് സംഭവിച്ചത്. ഞാനൊരു ഓവർനൈറ്റ് സക്സസ് ആണെന്ന് ചിലരെന്നെ പുകഴ്ത്താറുണ്ട്. കൃത്യം 32 വർഷവും 7 മാസവും എടുത്തു ഞാനൊരു ഓവർനൈറ്റ് സക്സസ് ആകാൻ. ജോസഫ് വിജയുടെ വരവ് പെട്ടെന്നൊരു പാതിരായ്ക്കല്ല. ദ്രാവിഡ പ്രസ്ഥാനങ്ങളുടെ ചോരയും നീരും കുതിർന്നുറഞ്ഞ മണ്ണിൽ TVKയുടെ കൊടികൾ അങ്ങനെ പെട്ടെന്നൊരു നാൾ ആഴ്ന്നിറങ്ങില്ലെന്ന് ജോസഫ് വിജയ്ക്ക് വ്യക്തമായി അറിയാമായിരുന്നു. കഴിഞ്ഞ 25 കൊല്ലായിട്ട് അണ്ണൻ ഇവിടെ ഉണ്ട്. ഇനിയുള്ള 25 കൊല്ലവും അണ്ണൻ ഇവിടെ തന്നെ കാണും. കാര്യം നമ്മൾ പലപ്പോഴായിട്ടൊന്ന് ഉരസിയിട്ടുണ്ടെങ്കിലും ഞാനത് മറന്നു. ആണുങ്ങളായതൊക്കെ പതിവാ. ഈ സുന്ദരിയല്ല ആരാ പറഞ്ഞു?